നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് മെയിൻ ആയിട്ടുള്ള പെയറുകൾ, അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതിലൊക്കെ എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയാണ് ട്രെൻഡ്, എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ട്രെൻഡുകൾ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ സൂചിപ്പിച്ചിരുന്നത് സ്ട്രോങ് സെല്ല് നൽകിയിരുന്നത് നിഫ്റ്റി സ്റ്റിൽ സ്ട്രോങ് സെല്ലിൽ തന്നെയാണ്. നിഫ്റ്റി ഇപ്പോഴും സ്ട്രോങ് സെല്ല് തന്നെയാണ്. നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഗ്രാഫ് നോക്കാവുന്നതാണ്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,148. നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ സൂചിപ്പിക്കുന്നത്, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിക്കുന്നത് 25,800 ഹയർ ലെവലിൽ നിന്ന്, ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ട്രെൻഡ് റിവേഴ്സൽ ഏറ്റവും ഹയർ ലെവലിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ആ മാർക്കറ്റിന് എത്ര വേണമെങ്കിലും താഴത്തേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും ട്രെൻഡ് പോസിറ്റീവ് ആയിട്ടില്ല. ഓരോ ആഴ്ചയിലും നൽകുന്ന വീഡിയോസ് ശ്രദ്ധിക്കുക. നിഫ്റ്റി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ലെവൽ നൽകിയിരുന്നു. 24,500 600 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിൽ നിലനിർത്തിയാൽ മാത്രമാണ് ഈ ഒരു ട്രെൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുള്ളൂ. കറന്റ് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ് തുടരും. സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. സ്ട്രോങ് നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ബാക്കി വരുന്ന ഇൻഡെക്സുകൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ കൺജസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇത് കൺസോൾട്ടേഷനിൽ ആണ് നിലനിൽക്കുന്നത്. കൺസോൾട്ടേഷനിലെ കൃത്യമായിട്ടുള്ള ഒരു റേഞ്ച് നമ്മൾ നൽകിയിരുന്നു. ആ റേഞ്ചിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയിട്ടില്ല. ആ റേഞ്ചിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിൽ നിലനിർത്തിയാലാണ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ലോവർ ലെവല് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 450. ഈ ഒരു ലെവലിന്റെ താഴേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് ട്രെൻഡ് നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനില്, ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനില് റെസിസ്റ്റൻസ് ഏരിയയിൽ അടുത്തെത്തുമ്പോൾ ഇപ്പോൾ സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ലോവർ ലെവലിൽ ഈ ഒരു ഡിപ്പ് എത്തുന്ന ഒരു സമയത്ത് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ട്രെൻഡ് സ്റ്റിൽ സെല്ലിൽ തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു ലെവലിൽ നിന്നാണ് ബൗൺസിന് സാധ്യത. ഈ ഒരു ലെവല് ഷോർട്ട് സെല്ലിനാണ് സാധ്യത. അപ്പൊ എപ്പോഴും ഇവിടെ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കണ്ടു എന്ന് കരുതിയിട്ട് ബൈ കടക്കരുത്, ബൈ യൂട്ടിലൈസ് ചെയ്യരുത്. കൃത്യമായിട്ട് നമ്മുടെ ഒരു വീഡിയോസിൽ അത് പറയുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവല് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നിലനിൽക്കുന്ന ഒരു ട്രെൻഡ്. അപ്പൊ പലരും ആ ഒരു ട്രെൻഡ് ബൈയിലേക്ക് കടന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കാണുമ്പോഴേക്കും ബൈയിലേക്ക് കടന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് ബൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഫാള് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയില് ഗ്യാപ് ഡൗൺ ഒരു ഫാള് വന്നു. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തു. അപ്പൊ ഇപ്പോഴും മാർക്കറ്റിനെ മനസ്സിലാക്കി വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ആ ഒരു ലെവലുകളും മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷനും എക്സാക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ദിവസങ്ങൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മളിത് പറയാറുണ്ട്, ഓൾമോസ്റ്റ് വീക്കുകളിലും. കാരണം നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് ഹയർ ലെവലിൽ നിന്ന് ഒരു ബൗൺസ് ചെയ്തപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ലോവർ ലെവലിൽ നിന്ന് ബൈരോ ഓപ്പർച്യൂണിറ്റി, അതിന് ശേഷം ട്രെൻഡ് റിവേഴ്സിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രെൻഡ് റിവേഴ്സിൽ നമുക്ക് അത് സൂചിപ്പിച്ചായിരുന്നു. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലാണ് സൂചിപ്പിച്ചിരുന്നത്, ഒരിക്കലും ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സിലല്ല. അപ്പൊ ഇനിയുള്ള ഒരു സിറ്റുവേഷൻ ആയാലും നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ ആയാലും ബൈയിലേക്ക് കടക്കണമെങ്കിൽ ലെവലുകൾ പറയാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയേഴ്സ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീക്ക് നമ്മൾ നാസ്ഡാക്ക് മാർക്കറ്റ് ഒരു മീഡിയം സ്ട്രോങ് ലെവലാണ് സൂചിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറക്സ് പെയേഴ്സും ഒക്കെ നമ്മൾ സ്ട്രോങ് ബൈ സൂചിപ്പിച്ചിരുന്ന പെയേഴ്സും ഒക്കെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വീക്കിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം കറണ്ട് ലെവലിൽ നിന്ന് റിവേഴ്സ് ആയിട്ടില്ല. കറണ്ട് ലെവലിൽ നിന്ന് റിവേഴ്സ് ആകാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ന്യൂട്രൽ ലെവൽ നിലനിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഗോൾഡ് സ്ട്രോങ് ബൈയിലാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നൽകിയിരുന്നത്, മുൻപത്തെ ആഴ്ചകളിലും. പക്ഷെ ഇപ്പോൾ ന്യൂട്രൽ ലെവലിൽ നിലനിൽക്കാം, എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ട്രെൻഡ് ന്യൂട്രൽ ലെവലിൽ മാറി സ്ട്രോങ് ബൈയിലേക്ക് നിലനിൽക്കുമ്പോൾ, ഈ ന്യൂട്രൽ ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ഹയർ ലെവലിൽ എത്തിയതിനു ശേഷം ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷനോ ഒരു സൈഡ് വേസ് മൊമെന്റത്തിനോ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആ ഒരു ന്യൂട്രൽ ലെവൽ നൽകുന്നത്. പോസിറ്റീവ് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് ആയിട്ടില്ല. പോസിറ്റീവില് ന്യൂട്രൽ ലെവലാണ് നിലനിൽക്കുന്നത്. ചിലപ്പോൾ ട്രെൻഡ് റിവേഴ്സലിനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് GBP USD, NSD USD,
EUR USD ഇതൊക്കെ 100 ലെവലിൽ നിലനിൽക്കുക. നിഫ്റ്റി സ്റ്റിൽ സ്ട്രോങ് സെല്ലിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ മീഡിയം സ്ട്രോങ്ങിൽ നിലനിർത്തിയത് നാസ്ഡാക്ക് മാർക്കറ്റ്. നാസ്ഡാക്ക് മാർക്കറ്റ് സ്ട്രോങ് ബൈയിലേക്ക് കടന്നിരിക്കുകയാണ്. നാസ്ഡാക്കിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. നാസ്ഡാക്കിന്റെ ഗ്രാഫാണ്. US ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. തുടർച്ചയായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് ഓപ്പണിംഗ്. സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് ആയിട്ടില്ല. ഈ ഒരു ലെവലിൽ നിലനിൽക്കുമ്പോഴും മീഡിയം പോസിറ്റീവ് ആണ് നമ്മൾ നൽകിയിരുന്നത്. നെഗറ്റീവ് നമ്മളത് സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ മീഡിയം പോസിറ്റീവ് ലെവലിൽ നിന്ന് സ്ട്രോങ് പോസിറ്റീവ് ലെവലിലേക്ക് നാസ്ഡാക്ക് മാർക്കറ്റ് കടന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീക്കിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും സെയിം നമ്മൾ നൽകിയിരിക്കുന്ന ആ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിലും സ്റ്റിൽ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഉള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് തന്നെയാണ് സാധ്യത. എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത എക്സാക്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. USOയിലും വലിയ വ്യത്യാസം വന്നിട്ടില്ല. വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു മുകളിലേക്കും പോകും, അതേ സ്പീഡിൽ തന്നെ താഴത്തേക്കും വരും. വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ്മെന്റും ലോവർ ലെവലിലേക്ക് മൂവ്മെന്റും കിട്ടും. അപ്പൊ അതേപോലത്തെ പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവോ സ്ട്രോങ് ആയിട്ടൊരു നെഗറ്റീവിലോ നിലനിൽക്കാൻ പറ്റില്ല. സ്റ്റിൽ വോളറ്റൈൽ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്കിലത്തെ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഡീറ്റെയിൽ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ 24,500, 24,600 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ, ക്ലോസിംഗ് ബേസിസിലാണ് നമ്മൾ ലോങ് ടൈം വ്യൂ പറയുമ്പോൾ എപ്പോഴും ക്ലോസിംഗ് ബേസിസിലാണ്, ഡെയിലി ക്യാൻഡലിന്റെ ക്ലോസിംഗ് ബേസിസിലാണ്. ഇതാണ് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവൽ. ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് ഇന്റർണലി മാനേജ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റിക്ക് ഒരു സാധ്യത ഇൻ കേസ് വീണ്ടും ചിലപ്പോൾ ഈ ഒരു ലെവല് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്, ഏതെങ്കിലും ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ കൺസോളിഡേഷനും നിലനിർത്താനായിട്ടും ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈരൊരു മൊമെന്റം കിട്ടും, താൽക്കാലികമായിട്ടൊരു ബൈര മൊമെന്റം കിട്ടും. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലുകൾ എന്തായാലും ടെസ്റ്റ് ചെയ്യും. എന്തായാലും ഒരു 200-300 പോയിന്റ് അബവ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റം കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്, സെൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. വരും ദിവസങ്ങളിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ലോവർ ലെവല് ശ്രദ്ധിക്കുക, കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് ഇവിടെ 24,500, 24,045, 24,500 ഹോൾഡ് ചെയ്തുകൊണ്ട് 45ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 24,500 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയാലും ഓപ്പൺ ചെയ്യുന്ന വലിയ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. 320 ഹയർ ലെവൽ ആണെങ്കിൽ 320ന്റെ അടുത്താണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. 24,275 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നല്ല ട്രേഡ് എപ്പോഴും നല്ല റെസിസ്റ്റൻസിന്റെ അടുത്ത് കിട്ടുള്ളൂ. ഇൻ കേസ് ലോവർ ചെയ്താലും സപ്പോർട്ട് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി. കറന്റ് സ്റ്റിൽ സെല്ലിലാണ്. ഹയർ ലെവലിൽ നിന്നുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 800ന്റെ അടുത്തും ചിലപ്പോൾ ഒരു കൺജസ്റ്റഡ് ആയിട്ട് നിലനിന്നുകൊണ്ട് ചിലപ്പോൾ കൺസോളിഡേഷൻ ഒരു സാധ്യതയുണ്ട്. മാർക്കറ്റിന്റെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ഈ ഒരു ഏരിയ സപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ 24,275 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,440 അടുത്ത ടാർഗറ്റ്, 24,500 അടുത്ത റെസിസ്റ്റൻസ്. 500ലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 440 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 24,500 ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട് ലെവല് 875, 900 താഴെയാണ്. 23,875, 23,810, 810 ഹോൾഡ് ചെയ്തുകൊണ്ട് 870 മുകളിലേക്ക്. 810ന്റെ താഴെ സപ്പോർട്ട് വരുന്നത് 750 ആണ്. 23,750 സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് ലോവർ സപ്പോർട്ട് ശ്രദ്ധിക്കുക. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്ക് കടക്കും. ഇൻട്രാഡേ ബൈയിലേക്ക് കടക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് തന്നെയാണ് സാധ്യത. അടുത്തൊരു സപ്പോർട്ട് 23,675, 700 ഹോൾഡ് ചെയ്യും. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബൈക്ക് ചാൻസ് ഉണ്ട്. അതിനുശേഷം ലോവർ ലെവൽ സപ്പോർട്ട് 23,500, 23,600 ഇതാണ് ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്.
ഇപ്പൊ നിഫ്റ്റിയുടെ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് ഇൻട്രാഡേ മാനേജ് ചെയ്യുക. എക്സാക്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ഉണ്ട്. 200ന്റെ മുകളിലാണ് റെസിസ്റ്റൻസ്, 240 റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസും കൂടിയാണ് ഈ ഒരു ഏരിയയിൽ. അപ്പൊ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഈ റെസിസ്റ്റൻസിന്റെ താഴെയാണ്, ഷോർട്ട് സെൽ തന്നെയാണ് സാധ്യത വരുന്നത്. ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിൽ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പൊ നിഫ്റ്റിയിലെ സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഒരു സൈഡിലേക്ക് മൊമെന്റത്തിന്റെ സാധ്യതയുണ്ട്, പക്ഷെ സ്റ്റിൽ വീക്ക്നെസ് ആണ്. ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. 51,800 മുകളിലേക്ക് 815ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നവരെ സ്റ്റിൽ സെല്ല് തന്നെയാണ്. 51,815 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ട. അതിന്റെ മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ 51,730 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇത് റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഇവിടെ ക്ലോസിംഗ് റേഞ്ചിൽ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്, അതത്ര ഇമ്പോർട്ടന്റ് സപ്പോർട്ട് അല്ല. 51,530 530 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയാലും ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,230 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും, ക്വിക്കായിട്ട് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 51,030 ആണ്. അതിനുശേഷം ഒരു സപ്പോർട്ട് വരുന്നത് 50,800 750 എന്ന് പറയുന്ന സൂപ്പർ റേഞ്ച് ആണ്. ഇത് ലോവർ ലെവലിൽ ചിലപ്പോൾ നല്ല സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 52,050, അതുപോലെ തന്നെ 52,200, 52,050. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം റെസിസ്റ്റൻസ് സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിലും ഹയർ ലെവല് 23,910 റെസിസ്റ്റൻസ് ആണ്. അതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത വീക്ക്നെസ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും താഴെ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ 810 ബ്രേക്ക് ചെയ്ത് വരുന്ന ഓപ്പണിംഗ്, 23,810 ബ്രേക്ക് ചെയ്ത് വരുന്ന ഓപ്പണിംഗ് ചെറിയ ടൈമിൽ ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. 23,730 ആണ് അടുത്ത സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം സപ്പോർട്ട് വരുന്നത് 23,665, 23,665 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഹയർ ലെവൽ 23,910 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത 24,000 തൊട്ട് താഴെയായിരിക്കും സപ്പോർട്ട് വരിക. 23,995, അതുപോലെ തന്നെ 24,040. അപ്പോൾ നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ സൈഡിൽ നമുക്ക് സബ്ജക്റ്റ് വീണ്ടും കാണാം. താങ്ക് യു.